ഇത് ഓട്ടോയ്ക്കല്ല ബൈക്കല്ല വേറൊരു വണ്ടിയാണ്. ഏവ എന്ത് വണ്ടിയല്ലേ പോന്നെ? വണ്ടിയാന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി. ഏവ എന്ത് വണ്ടിയല്ലേ പോന്നെ? ടുക്ടുക്കാലാണോ? അടിപൊളി എക്സ്പീരിയൻസ്. മധ്യപ്രദേശിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇൻഡോർ നഗരത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ശുചിത്വത്തിനും രുചികരമായ തെരുവ് ഭക്ഷണത്തിനും സമ്പന്നമായ ചരിത്രത്തിനുമൊക്കെ പേര് കേട്ട ഈ നഗരത്തിലെ 56 ഷോപ്പ് അഥവാ ചപ്പൻ ദുക്കാൻ എന്നുള്ള സ്ട്രീറ്റ് ഫുഡ് കേന്ദ്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചപ്പൻ ദുക്കാൻ എന്ന് പറയും. അപ്പം അവിടെ 56 കടകളുണ്ട്. അതിൽ കൂടുതൽ കടകളുണ്ട്, പക്ഷെ അതിന്റെ പേര് 56 എന്നാണ്. പണ്ട് മുതലേ അറിയപ്പെടുന്നത് ചപ്പൻ ദുക്കാൻ എന്നാണ്. ഇൻഡോറിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചപ്പൻ ദുക്കാൻ. സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു കേന്ദ്രമാണത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സമയം വൈകുന്നേരം 6 മണി ആയിട്ടുണ്ട്. നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, റൂമിൽ വന്നിട്ട് ചേഞ്ച് ചെയ്തു, എല്ലാം ഒന്ന് ഫ്രഷ് ആയി. അതെ, അങ്ങനെ നമ്മൾ പോവാണ് അല്ലേ? ഇവിടെ സ്ട്രീറ്റ് ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ്സ് കിട്ടുന്നത്. അതെ, ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്നത് ഇൻഡോറിലെ ഈ ഒരു 56ലാണ്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് 56. അപ്പൊ നമ്മള് നാളെ രാവിലെ നമുക്ക് പോണം. എന്താ പറഞ്ഞ വാച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ, പുതിയ വാച്ച് എന്റെ അത്തരം വാച്ച് വേണം നയവയ്ക്ക്. ഇപ്പൊ കൊള്ളാത്ത വാച്ചാ പോന്നെ, ഇത് കൊള്ളത്തില്ല. കുഞ്ഞിന്റെ വാച്ചാ നല്ല വാച്ച്. ആദ്യത്തെ വാച്ച് ലൈറ്റ് കത്തത്തില്ല, പൊന്നിന്റെ വാച്ച ലൈറ്റ് കത്തും, പാട്ടും കേൾക്കും അല്ലേ? ഇത് വേണമെന്നാ പറയുന്ന അച്ഛൻ ഒരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. കുഞ്ഞിന് ആപ്പിൾ വാച്ച് വേണമെന്നാ പറയുന്നത്. ആപ്പിളിന്റെ പടമുള്ള ഒരു വാച്ചെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഹാപ്പി ആയോ? ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ബസ് കണ്ടോ? ആ ബസ്സിന്റെ ഒക്കെ ബോഡി വർക്ക് നടക്കുന്ന അവിടാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നമ്മൾ കണ്ടത്. അവിടെ കുഞ്ഞു ബസ് കണ്ടു എന്നാ പറയുന്നത്. അങ്ങനെ ദേ നമ്മളാണെന്നുണ്ടെങ്കിൽ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ട്. അതിനിടയിൽ കൂടി ആൾക്കാരൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിന്നെ അത് ഐ ബസ് പോകുന്ന ആ ഭാഗം കണ്ടോ, അവിടെയും കുറേ ബസ്സുകളും വണ്ടികളും ഒക്കെ ആയിട്ട് അവിടെയും ജാം ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ആ ട്രാഫിക് ഒന്ന് മാറി കിട്ടിയതല്ലേ? ഓ, എന്തൊരു കഷ്ടം. എത്ര നേരം നമ്മുടെ അവിടെ കിടന്ന് വേസ്റ്റ്. ആണോ? അത് പിന്നെ എല്ലായിടും അങ്ങനെ തന്നെയാണല്ലോ. അതെ, അതെല്ലായിടും അങ്ങനെ തന്നെയാണ്, ഇവിടെ മാത്രമല്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് തന്നെയാന്ന് പറഞ്ഞേ. ഞാൻ ഒരിടത്തെ കാര്യമല്ല പറഞ്ഞു, എല്ലായിടത്തും ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് തന്നെ. അപ്പൊ ഇതാ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഇവിടെ. നമ്മള് സ്റ്റുഡിയോയില് പോയില്ല. ഇതാ ഇവിടെ ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ വരാം, കാരണം നമുക്ക് തിരക്കാണ് ഇവിടെ വന്നിട്ടു അല്ലേ? എത്ര നേരം നമ്മൾ ട്രാഫിക്കിൽ കിടന്ന് കളഞ്ഞത്. നമ്മുടെ വിലപ്പെട്ട സമയമാണ്. ഇവിടെ നമുക്കിനി അധികം നേരം ഇല്ല. നാളെ നമുക്ക് തിരിച്ചു പോകണ്ടേ വെളുപ്പിന് തന്നെ അല്ലേ? മൊട്ടത്തല തടകി തടങ്ങി ഇങ്ങനെ ഇരിക്കും വിനോദ്. വിനോദിന് ടെൻഷൻ കയറുമ്പോ തല തടകുന്നേ. ട്രാഫിക് കണ്ടിട്ട് ടെൻഷൻ കയറിയിരിക്കുക. അത്രയ്ക്ക് ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് അല്ലേ? ചെയ്യാണെന്നുണ്ടെങ്കിൽ അവിടെ 56 ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. അവനോട് കുറെ നേരം 2-3 വട്ടം വിളിച്ചു. വിളിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ട്രാഫിക്കിലാന്നാ പറയുന്നത്. അത് അടുത്ത ട്രാഫിക് ആയെന്ന് തോന്നുന്നു. അതെ, പക്ഷെ 2 മണിക്കൂർ എടുക്കും. ഹങ്കി കഴിക്കണോ? ഓക്കെ, ഇവിടെ നിന്ന് ബോറടിച്ചിങ്ങനെ ഇരിക്കുക. ഏവക്കൂട്ടനെ വിശക്കുന്നാ പറയുന്നത്. അച്ഛ പറയുന്നത് അങ്ങോട്ട് ചെല്ലുമ്പോൾ 56 കടയുണ്ട്. 56 കടയിൽ നിന്നും കയറി 56 ഐറ്റംസ് വാങ്ങിച്ചു തരുക. വേണ്ടേ? വേണ്ട കേട്ടോ, അത്രയ്ക്കൊന്ന്. ഹങ്കി മതി, അതെ ഐസ്ക്രീം മതി. അതിനാ കുഞ്ഞ് ഹങ്കി എന്ന് പറയുന്നത് അല്ലേ?
പ്രോട്ടീൻ പൗഡറും ഒക്കെ വെക്കുന്ന ഷോപ്പ് കണ്ടോ. എന്താ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വഴിയിലെല്ലാം. ഗണേശ ചതുർത്ഥി കഴിഞ്ഞ് 10 ദിവസം. ജീവിതം ബഹള പരിപാടിയാ. സത്യത്തിൽ ഇവിടെ 2 വീലറാണ് എപ്പോഴും നല്ലത്. കാരണം ഇത്രയും തിരക്കിനിടയിലൂടെ കണ്ടില്ലേ, 2 വീലർ എല്ലാവരും ഇങ്ങനെ കുത്തിക്കയറ്റി അങ്ങ് കൊണ്ടുപോകും. 4 വീലറിൽ നല്ല പാടായിരിക്കും. ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ലേറ്റായി പോകും. അപ്പോൾ ദേ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ നിറയെ ഷോപ്പുകളാണ്. ഇവിടെ ഇട്ടിരിക്കുന്ന ലൈറ്റ്സുകളൊക്കെ കണ്ടില്ലേ, ഉത്സവപ്പറമ്പിലേക്ക് നോക്കുന്ന ഒരു പ്രതീതിയാണ്. ഈ കാണുന്ന ഷോപ്പുകളൊക്കെ പാർട്ടി വെയറിനുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാട്ടിൽ നല്ല ഓപ്ഷനൊക്കെ ഇവിടെയുണ്ട്. കാരണം ഇവരൊക്കെ ഈ ലെഹങ്കയും അങ്ങനെയുള്ള പാർട്ടി വെയറുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതാ 2 വീലർ ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ മുഖമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടും. കാരണം അത്രയ്ക്ക് പൊടിയുമാണ്. പിന്നെ ചൂടും കാര്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ മുഖം മൂടിക്കെട്ടുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും സ്വീറ്റ്സും കയറിയാലോ. ഷോപ്പുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ തോന്നും. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണല്ലോ എന്നുള്ള ഓർമ്മ കാരണം പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല. അപ്പം നമ്മൾ 56ന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ മതി. അപ്പോൾ ഇവിടെ ഇറങ്ങി നടന്ന് കാഴ്ചകൾ കണ്ടിട്ട് പോകണോ അതോ അവിടേക്ക് ചെന്ന് ഇറങ്ങണോ, മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ടും നമ്മളെ അവിടെ കാത്തു നിൽക്കുന്നതുകൊണ്ടും നമ്മൾ കാറിൽ തന്നെ അവിടെ ചെന്ന് ഇറങ്ങാമെന്ന് കരുതി. ഏവക്കുട്ടന് ഭയങ്കര വിശപ്പ്, ഐസ്ക്രീം വേണമെന്നാ പറയുന്നേ. അങ്ങനെ അതെ നമ്മൾ 56ൽ വന്നിരിക്കുകയാണ്. നമ്മളെയാണെന്നുണ്ടെങ്കിൽ 56ാമത്തെ ഷോപ്പിന്റെ അടുത്താണ് പുള്ളി കൊണ്ടുവന്ന് വിട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലത്താണ്, ചപ്പൻ ദുക്കാൻ. അതായത് 56 എന്ന് പറയും. 56 ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് അവിടുത്തെ ആഹാരങ്ങളൊക്കെ പറ്റുന്നത്ര കഴിക്കാം. എല്ലായിടത്തും കയറി കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ നമുക്ക് കഴിക്കാം. സംസാരിക്കുന്നതൊന്നും കേൾക്കുന്നതെന്ന് അറിയില്ല. നേരത്തെ ഇവിടെ 56 ഷോപ്പുകളായിരുന്നു, പിന്നെ ഇപ്പൊ കൂടി. പക്ഷെ ഈ 56 നമ്പറുള്ള ഷോപ്പുകൾ ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, 56 എന്നുള്ള രീതിയിൽ. പിന്നെ മൊത്തം കടകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കടകളാണ്. ഇവിടെ എല്ലാം കടകളാണ്. സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ഏരിയ തന്നെയാണ്. അതെ, ഇഷ്ടം പോലെ ആൾക്കാർ. അതെ, അതെ. രാത്രിയായി, പക്ഷെ ആളുകളെല്ലാം കൂട്ടത്തോടിഞ്ഞ് പോരുവാണേ. സന്ധ്യ ആയി കഴിയുമ്പോഴത്തേക്ക്. तुम देख के बोर हो गए क्या? अरे यार हम लोग है ना वो ट्रैफिक में बस गए और उधर जाके छोड़ दिया उन्हें, और बोलते कि इधर से रास्ता नहीं है, ऐसे बोला. तो एक कहाँ पे है? वो एक से शुरू करेंगे कि शुरू करेंगे ना? हाँ, हाँ ठीक है. അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വാങ്ങിക്കുന്നത് കുൽഫിയാണ് കേട്ടോ. ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ നല്ല അടിപൊളി തണുത്ത കുൽഫി വാങ്ങി കഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ശരിക്കും വാഹനങ്ങളുടെ ആളുകളുടെ സൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും ഇവിടെ കേൾക്കത്തില്ല. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ചിയയുടെ മുഖത്തോട് തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ ആദ്യമായിട്ട് കാണുമല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഭാഷയും വേറെയാണ് സംസാരിക്കുന്നത്. അച്ചാഹ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏവക്കൂട്ടം കരുതും അച്ചയാണോന്ന്. പിന്നെ ഇതാ നമ്മൾ വന്നിട്ടുള്ള ഒരു ബർഗർ ഷോപ്പിലേക്കാണേ. അങ്ങനെ നമ്മളിപ്പോൾ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് വാങ്ങിക്കേണ്ടത്, എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ളത്. ഇവിടോട്ട് വന്നപ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. നമുക്ക് ശരിക്കും എല്ലാം കഴിക്കാൻ തോന്നിയാലും കുറച്ചൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞിട്ട് നമുക്കൊന്നും കഴിക്കാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ പറ്റാവുന്നത്രയും നമുക്ക് കഴിക്കാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ 2 വെജ് ഹോട്ട് ഡോഗ് പറഞ്ഞപ്പോണ്ട് ബേസിക്കലി ഇത് ബർഗർ പോലൊക്കെ തന്നെ ഇരിക്കും അല്ലേ, പക്ഷേ ഇത് ബർഗർ അല്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആണ് കേട്ടോ. ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയിൽ നീറ്റായിട്ടാണ് അവരെല്ലാം ഫുഡുകളും ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ കാത്തു നിന്ന് ചീയായിട്ട് കുറെ നേരം വർത്താനം പറഞ്ഞു നിന്നപ്പോൾ നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മണവും പിന്നെ നല്ല ചൂടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കഴിക്കാൻ. ആളുകളാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും എത്ര നല്ല സ്ഥലമാണല്ലേ, രാത്രിയിൽ ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വരാനും ഫുഡ് കഴിക്കാനും സ്പെൻഡ് ചെയ്യാനും ഒക്കെ. ഇതാ നോക്കിയ വിരോധാണെന്നുണ്ടെ തിന്ന് കാണിച്ച് കൊതിപ്പിക്കുകയാണ്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിനുള്ളിൽ പനീർ ഫില്ലിംഗ് ഒക്കെയാണുള്ളത്, അടിപൊളിയാണ്. അപ്പം നമ്മളിത് വെജ് പനീർ വെജ് പനീർ ഹോട്ട് ഡോഗ് കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ അതേ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വേസ്റ്റ് ഒക്കെ കളയാനായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇടാനായിട്ടും എല്ലാ ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ഓരോ വേസ്റ്റ് ബിൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അവിടേക്കാണ് നമ്മൾ ഇതൊക്കെ ഇടേണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഷോപ്പ് നമ്പർ 1ഉം 2ഉം കവർ ചെയ്തു. ഇനി ഇത് 3 ആണ്. അപ്പോൾ അതെ ഇനി കാണുന്ന ഷോപ്പിൽ നിന്നാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം കഴിക്കാൻ പോകുന്നത് പാനിപ്പൂരി. ഫിൻലൻഡിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ഒരു സാധനമാണ് ഇത്. കാരണം ഇൻഡോറിലുണ്ടായിരുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും കഴിക്കുമായിരുന്നു പാനിപ്പൂരി. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ചില ഷോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും, അവിടെ പോയിട്ട് നമ്മൾ സ്ഥിരം കഴിക്കുമായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ പിന്നെ വിനോദമൊക്കെ ഉള്ളപ്പോൾ വിനോദമായിട്ടും ഒക്കെ ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോവും. എന്നിട്ട് വൈകിട്ട് പാനിപ്പൂരി കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ കാത്തു നിന്ന് അതിങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഓ വായിൽ കൊതി ഊറുവാണ് കാണുമ്പോൾ തന്നെ. ഫിൻലൻഡിൽ നമുക്ക് ഇത്രയധികം വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. നമുക്ക് ആകെ കിട്ടുന്നത് കുറച്ച് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിസയും അതും ഇതുമൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തോരം വെറൈറ്റി ഫുഡുകളാണല്ലേ. ഇനി ഈ ഫുഡൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കറണ്ട് പോയേ, അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. സുഖി വല ഇത് നമ്മൾ ഡ്രൈ ആയിട്ടാണ് വാങ്ങിച്ച് കഴിക്കാൻ. പാനിപ്പൂരി കഴിച്ചു. ഇങ്ങനത്തെ സമൂസ, പോഹ, ജിലേബി നമ്മൾ കഴിച്ചതാ. കച്ചോരി नहीं खाया. हाँ यही है. അപ്പോൾ വന്ന ദിവസം തൊട്ട് നമ്മൾ പൊഹയും ജിലേബിയൊക്കെ കഴിക്കുന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ കച്ചോരി മാത്രമാണ് വാങ്ങിക്കുന്നത്. ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇത്രയധികം തിരക്കും ആളുകളും ലൈറ്റ്സും എല്ലാം കൂടെ കണ്ടിട്ട് അവൾ ശരിക്കും വണ്ടടിച്ചിരിക്കുക. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ലസ്സിയും കിട്ടും കേട്ടോ, തണുത്ത ലസ്സി. ഭയങ്കര ടേസ്റ്റാണ് അത് കുടിക്കാനായിട്ട്. പക്ഷെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സമൂസയോ ഒരു കച്ചോടി മാത്രമാണ് പറയുന്നത്. എല്ലാം കഴിച്ച് വയറ്റിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് ഇച്ചിരി ലസ്സി കുടിക്കാം. അപ്പം നമുക്ക് സമൂസയും കച്ചോടിയും കഴിച്ചു നോക്കാം അല്ലേ? കഴിക്കട്ടെ. ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും കഴിക്കുന്നൊന്നുമില്ല. അവക്കാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ളതും തണുപ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ചിലതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോസിലൊക്കെ അല്പം എരിവും കൂടുതലാണ്. അപ്പോൾ അതൊന്നും അവളങ്ങനെ കഴിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അതും കഴിച്ചു. ഇതാ കഴിച്ച ശേഷം പാത്രം അവിടെ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ കഴുകാനായിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, കണ്ടില്ലേ. അഴുക്കാകും തോറും കുറച്ച് വെള്ളം വീണാൽ പോലും അവരവിടെ എല്ലാം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കും. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലം ചപ്പൻദൂക്കാനാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇനി നമ്മളിതാ സ്വീറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. കേട്ടു ഇല്ല മഞ്ഞ. ഇപ്പം നമുക്ക് ഇത്രയധികം ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. കാരണം എല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു കാര്യം മനസ്സിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ എല്ലാ ഫുഡും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല. നമ്മളൊരു 3-4 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പല സമയങ്ങളിലായിട്ട് എല്ലാം കഴിച്ചു തീർക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത്രയധികം വിഭവങ്ങളൊന്നും നമുക്ക് ഒറ്റയടിക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. ലഡ്ഡു മോദകമൊക്കെ ഏവക്കുട്ടൻ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമായി. ഞാൻ നോക്കിയപ്പോൾ ഇവിടേക്ക് വരുന്ന ആൾക്കാരെല്ലാം ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും കയറുന്നുണ്ടെന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതാ ഈ പൊട്ടിച്ചെടുക്കുന്നത്. ഇതാണ് കാജു കത്ലി. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ കാഷ്യൂനട്ടിൻ്റെ ആ ഒരു സ്വീറ്റ്സാണിത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും. ഏവക്കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല സ്ഥലമില്ലെന്ന് തോന്നുന്നു. ഫുള്ളായിട്ടിരിക്കുകയാണ്. വായിലും എന്തോ കിടപ്പുണ്ട്. ശരിക്കും ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവളുടെ വയർ ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഞാൻ എന്ത് കഴിച്ചില്ലെങ്കിലും ഈ ഒരു സാധനം എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോൾ കിട്ടിയാലും കഴിക്കും, എവിടെ കിട്ടിയാലും കഴിക്കും. ഇപ്പം കഴിക്കുന്നത് കഴിച്ചു, ഇനി എന്ന് കഴിക്കുമെന്ന് പോലും അറിയത്തില്ല. ഏവക്കുട്ടൻ എന്താ ഇപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്കും ഇഷ്ടമായി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാജു കത്ലി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പാവ ഏവക്കുട്ടൻ ഐസ്ക്രീം കഴിക്കാനുള്ള കൊതി കൊണ്ട് വന്നതാണ്. ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണെന്നുണ്ട് ഐസ്ക്രീം കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഏവക്കുട്ടനെ. ഇപ്പം കിട്ടുമെന്നും പറഞ്ഞ് അവൾ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അത് പുള്ളിക്കാരനെ ഇങ്ങനെ തെറ്റിച്ച് മാറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ കുറേ നേരമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ദേഷ്യമായി. പിന്നെ പിണങ്ങിയിട്ട് ഇതാ വിനോദിൻ്റെ എളിയിൽ കയറിയിരിക്കുകയാണ്. ഇനിയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. ഇതാ നോക്കിയപ്പോഴത്തേക്ക് അതിൽ ഐസ്ക്രീം ഇല്ല, കോൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം പറ്റിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ശരിക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളത് വാങ്ങിക്കുന്നുമില്ലായിരുന്നു. പിണങ്ങി മാറി നിൽക്കുമായിരുന്നു.
പിന്നെ അതാ വിനോദിന്റെ കയ്യിൽ കൊടുത്തു. വിനോദാണ് പിന്നെ അവൾക്കത് കൊടുത്തത്. പിന്നെ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ, ക്ഷമിക്കൊക്കെ ഒരു പരിധിയുണ്ട്. കാറിലിരുന്നേ വിശക്കുന്നു, ഐസ്ക്രീം വേണം എന്ന് വിളിച്ചു പോയി വന്നിട്ട് ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോൾ ഈ അവസ്ഥ. എന്തായാലും ഫൈനലി ഇതാ ഏവക്കുട്ടന് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് ഏവക്കുട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കൊടുക്കാത്തതിന്. വിഷമവും ദേഷ്യവും സങ്കടം എല്ലാം കൂടെ വന്നിട്ട് കലിപ്പിളകിയിരിക്കുമായിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് ഇതാ നമ്മൾ വീണ്ടും മുന്നോട്ട്. ഇനി ഏത് ഷോപ്പിൽ കയറണം, എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇത് മസാല ചിപ്സ് ആണ് കേട്ടോ. ഭയങ്കര എരിവുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണം എല്ലാ ഷോപ്പിൽ നിന്നുള്ള ഒരു വിചാരത്തിൽ നമ്മളിങ്ങനെ നടക്കുകയാണ്. ചിയ വീഡിയോ എടുക്കുമ്പോൾ ഏവക്കുട്ടൻ അങ്ങോട്ട് നോക്കാൻ വേണ്ടി അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ നമ്മളാണെന്നുണ്ടെങ്കിൽ പനീറിൻ്റെ ഒരു ഐറ്റമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ കുറച്ച് എരിവുണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു സോസും കാര്യങ്ങൾക്കും ഒക്കെ. ആ ഒരു ഗ്രീൻ ചട്നിക്കകത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂടുതലായിരുന്നു. പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ടാവാം. അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം എരിവില്ലാതെ നമുക്ക് കഴിക്കാം. നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്ന ചിയാണ്. तो हमारे साथ में चलो. कैमरामैन चाहिए. एक मेरा भी ले लो. अच्छा है क्या? पर तीखा बनाया उनने मीडियम है, और हमारे लिए तो सब तीखा है. हम तीखा नहीं खाते ना, इसलिए. ये बात तो आइसक्रीम खा रहे. അങ്ങനത്തെ ഒരാവേശത്തിന് ഫയർ പാൻ കഴിക്കാൻ പോവാണ്. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഓ മൈ ഗോഡ്, എന്റെ വാ പൊള്ളി. ചെറുതായിട്ടൊന്ന് വാ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ വിനോദ് സ്മോക്ക് പാൻ കഴിക്കാൻ പോവാണേ. ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വായിന്ന് ഫുൾ ഇങ്ങനെ പുക പോലെ വന്നുകൊണ്ടേയിരിക്കും. ഓൾ ദ ഡ്രീംസ് ലൈക്ക് ട്വിങ്കിൾ സ്റ്റാർസ് എന്ന് പറയുന്ന പോലെ. നേരത്തെയുള്ള സമയങ്ങളിൽ സാധാരണ പാനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫയർ പാനും സ്മോക്ക് പാനും ഒക്കെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് വാ പൊള്ളിയെങ്കിലും. പാനൊക്കെ കഴിച്ചു. ഇനി എന്താണ്, വയർ ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട്. എല്ലാ ഷോപ്പുകാരും നമ്മളെ വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷെ നമ്മുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന കാരണം കഴിക്കാനും തോന്നത്തില്ല. ഇത് വേണോ? ഏവയ്ക്ക് വല്ലതും വേണോ ഇതില്? ചാടി ചാടി നടക്കുന്ന ഏവ ചീയെ കാണുമ്പോൾ ഓടി വിനോദിന്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. വെജ് മതി. അയ്യോ, അപ്പം നമ്മൾ അടുത്ത ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മളിതാ Paytm വഴിയാണ് ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് കുറച്ച് കിട്ടാൻ താമസമുള്ള ഭക്ഷണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലായിട്ട് ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഷോപ്പിൻ്റെ വാതിക്കലൊന്നും അധികം തിരക്കില്ലാതെ എല്ലാവർക്കും വന്ന് ഓർഡർ ചെയ്യാനും ഭക്ഷണം വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ പറ്റും. ചിയ बोल रहे कि केरल में भी ऐसे ऐसे जगह है क्या? मैंने बोला ऐसा कुछ नहीं है. 7 बजे के बाद सब बंद हो जाते हैं वहाँ पे. हाँ, घूमने की जगह അപ്പൊ ചിയ നമ്മളോട് ചോദിക്കായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ടെന്ന്. ഞാൻ എന്തായാലും ഇത്രയും നല്ല സ്ഥലങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. അങ്ങനത്തെ വർത്താനമൊക്കെ പറഞ്ഞു നിന്നപ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നൂഡിൽസിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്പം എരിവ് കൂടുതലാണ് ഇതിനും. അപ്പോൾ ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ വേണമെന്ന് ചോദിച്ചിട്ട് അവൾ വേണ്ടെന്നാണ് പറയുന്നത്. അവൾക്ക് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. ഇതൊക്കെ ഇനി എന്ന് കഴിക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ നൂഡിൽസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ട് തൊട്ടേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ഇവിടുത്തെ നൂഡിൽസ്. നൂഡിൽസും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു സത്യം മനസ്സിലായി. ഞങ്ങളുടെ വയറ് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. സമയം രാത്രി 9 മണിയായി. നമ്മളപ്പോൾ പോവുകയാണല്ലേ. നമുക്ക് നാളെ പോകേണ്ടതാ. ഇപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടും മനസ്സില്ലാ മനസ്സോടെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. എല്ലാ ഷോപ്പിലും കയറാൻ പറ്റിയില്ല. വെളിയിൽ നല്ല മഴ നടക്കുന്നുണ്ട്. ഭണ്ഡാരയാണ്, ഭണ്ഡാര. ഗണേശ് എഴുതിട്ട് അതെ, അന്നദാനം നടക്കുന്നു. മഴ പെയ്യുന്നു. നമ്മൾ വീണ്ടും രാജവാഡ വരുന്ന പോവാണ്. ഭയങ്കര തിരക്കാണ് അല്ലേ? എത്ര രാത്രി ആയാലും ഇവിടെ അല്ല.
6:30 അല്ലേ? രാത്രിയിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് രാജവാഡ പാലസ് ഇങ്ങനെ പ്രൗഢിയിൽ നിൽക്കുകയാണ്. വണ്ടിയാന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി. ഇത് ടുക്. ഷോപ്പിങ്ങോട് ഷോപ്പിംഗ് ആണേ. അതെ, ഭയങ്കര ലാഭം. എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. അതെ, നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നേ ഉള്ളു. ഇത്രയും വെയിറ്റ് ഇനി അങ്ങോട്ട്. കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നമുക്ക് അത്ര അലൗഡ് ഇല്ല. അതാണ് ഇന്റർനാഷണൽ ആയിരുന്നെങ്കിൽ കൊണ്ടുവരുന്നത്. അതെ, ഇഷ്ടം പോലെ വാങ്ങിച്ചു. ഏവക്കൂട്ടനാണ് ഇവിടെ എല്ലാം ചാടിത്തുള്ളി നടക്കുക. വിനോദാണെന്നുണ്ടെങ്കിൽ എല്ലാം ട്രൈ ഒക്കെ ചെയ്ത് നോക്കി ഇട്ടിട്ട് കുഴഞ്ഞ്. ഞാനാണ് ഉച്ചക്കെല്ലാം ഇട്ടിട്ട് കുഴഞ്ഞ്. എന്നിട്ട് ആകെ 2-3 ജോഡി എടുത്തുള്ളൂ എൻ്റെ. എനിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ എപ്പോഴും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. സോ ഇറ്റ്സ് ഫൈൻ. അതൊന്നും അറിയത്തില്ല. പോവാം. കാറിന്റെ എല്ലാം സൂക്ഷിച്ചു വെച്ചോ. സമയം രാത്രി 11 മണിയായി. ഞങ്ങൾ ഇപ്പോഴും സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. രാജവാഡയാണ്. അപ്പം ഇപ്പോഴും ആൾക്കാർ സ്ത്രീകളും കുട്ടികളും ഫുൾ ടൈം ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ ആക്റ്റീവാണ്. ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ 2 മണി വരെ ഇവിടെ 2 മണി 3 മണിയൊക്കെ വരെ നല്ല രീതിയിൽ ഇങ്ങനെ തിരക്കുകളായിരിക്കും. ഇവിടെ ആൾക്കാരെല്ലാം ഇങ്ങനെ വരും, ഫുഡ് കഴിക്കും. നല്ല തിരക്കാണ്. ഏവക്കൂട്ടൻ ഒരു ക്ഷീണവും ഇല്ല. വണ്ടി അതെ, ഞാനാണ് നടന്ന് കുഴഞ്ഞു. ഏവക്കൂട്ടനാണ് ചാടി നടക്കുക. ഒരു ക്ഷീണവും ഇല്ല. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷം. അവിടെ നിന്ന് ഇപ്പം വാച്ച് അങ്ങോട്ട് വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് അവിടെ കാണുന്ന കടയിൽ നിന്ന് നമ്മളിപ്പോൾ ഏവക്കുട്ടൻ ഒരു വാച്ച് വാങ്ങിച്ചതേ ഉള്ളൂ. അവളാണെന്നുണ്ടെങ്കിൽ ആ കട തന്നെ വീണ്ടും കണ്ടപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി വാച്ച് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ബഹളമാണ്. അങ്ങനെ ഒരുവിധം പിടിച്ചു വലിച്ചത് ആ റോഡ് കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ ബലൂണ്. ഏവാ, അത് നാട്ടിൽ പോയിട്ട് വാങ്ങിക്കാം. ഇപ്പം നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനൊക്കത്തില്ല. അത് എന്തൊരു കഷ്ടമാണ്. ഓരോന്ന് കണ്ടിട്ട് ഏവക്കൂട്ടൻ ആകപ്പാടെ കിടന്ന് വഴക്കിടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടാക്സി വിളിച്ചു. അപ്പൊ ഏത് ഭാഗത്തായിട്ടാണ് ടാക്സി വരുന്നതെന്ന് നോക്കി നമ്മൾ ഈ തിരക്കിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. ഇത്രയും രാത്രിയായിട്ട് ഇവിടെ ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്. ഇൻഡോറിലെ ഈ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് തിരിച്ചു പോകണം. ഇവിടേക്ക് എത്തിയപ്പോൾ തൊട്ട് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം ആയപ്പോൾ ഏവക്കൂട്ടനും അവനോട് നല്ല കൂട്ടായിട്ടുണ്ട്. നമ്മുടെ ആരും അല്ലെങ്കിലും ആരൊക്കെയോ ആയിപ്പോയ അങ്ങനെ നമ്മുടെ ടാക്സി എത്തിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ചിയയും നമ്മളെ ഹെൽപ്പ് ചെയ്തു കാറിലേക്ക് വെക്കാനായിട്ട്. രാജവാഡയുടെ ഒക്കെ ബൈ ബൈ. അതെ, കേറ്. चलो बाय बाय. हाँ आएंगे रे, तू अच्छी से रहना ना. चलो बाय, ध्यान से जाना. टाटा उड़े. ഇനി എന്തെങ്കിലും കാണാന്നുള്ള പ്രതീക്ഷയിൽ ചിയോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. പാവാണേ.